الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما ബഹുമാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് അല്ലാഹു തആല അവന്റെ മഗ്ഫിറത്തും മർഹമത്തും നരക മോചനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രാത്രിയിലും അല്ലാഹു തആല ധാരാളം ആളുകൾക്ക് നരകമോചനം റബ്ബിന്റെ ഔദാര്യമായി അവന്റെ മാപ്പായി നൽകുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. ആ മഹാഭാഗ്യവാന്മായ അല്ലാഹു തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളും അല്ലാത്തവരുമായ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ഈമാനോടെ മരിക്കുവാനും റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് നൽകി ദുർബലന്മാരായ നമ്മയെല്ലാം അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലെ 20ാമത്തെ വചനമാണ് ഓതി വെച്ചത്. നമുക്ക് ആർക്കും തർക്കമില്ലാത്തതും ലോകം മുഴുവൻ അംഗീകരിച്ചതുമായ ഏറ്റവും വലിയ സത്യമാണ് നമ്മളൊക്കെ ഒരു നാൾ മരിക്കും എന്നത്. ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല.
എല്ലാ ദിവസവും നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ മരണങ്ങളെ കേൾക്കുകയും കാണുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ച ഒരു വ്യവസ്ഥയാണ് പടച്ചറബല്ലാത്ത ബാക്കി എല്ലാത്തിനും നാശമുണ്ട് എന്നത്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഭൂമുഖത്തുള്ള എല്ലാം നശിക്കും, മഹത്വമുடைய റഹ്മാനായ റബ്ബിന്റെ വജ്ഹ് മാത്രം, അല്ലാഹു മാത്രം ബാക്കിയാകുമെന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. മറ്റൊരു വിധത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ. എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ് അല്ലാഹു തആല ഒഴികെ. അവനാണ് വിധി പറയാനുള്ള അവകാശമുള്ളത്, അവനിലേക്കാണ് നിങ്ങളെല്ലാം മടക്കപ്പെടുന്നത് എന്നാണ്. എത്ര വലിയ പ്രഗത്ഭരാണെങ്കിലും, എത്ര വലിയ സമ്പന്നരാണെങ്കിലും, എത്ര വലിയ നല്ലവരാണെങ്കിലും വിശിച്ചവരാണെങ്കിലും എല്ലാം മരിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ പ്രവാചകന്മാരാണ്. ആ അമ്പിയാക്കൾക്കും അല്ലാഹു തആല മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മറ്റ് അമ്പിയാക്കളെല്ലാം ആ മരണം ആശ്രയിച്ചു കഴിഞ്ഞു. ഈസാ നബിക്ക് അല്ലാഹു തആല മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ഖിയാമത്തിന് മുന്നോടിയായി അതും സംഭവിക്കുക തന്നെ ചെയ്യും. അഷ്റഫുൽ ഖൽഖായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞുവല്ലോ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. തീർച്ചയായും താങ്കൾ മരിക്കുന്നവരാണ്, അവരും മരിക്കുന്നവരാണ്. മരണമില്ലാത്ത ആരുമില്ല എന്നർത്ഥം. ഈ ഉമ്മത്തേറ്റും പ്രഗത്ഭരായ സ്വഹാബിമാർ, 4 ഖലീഫമാർ അടക്കമുള്ളവർ റഹ്മാനായ റബ്ബിനെ പ്രിയപ്പെട്ടവരെന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞവരാണല്ലോ സ്വഹാബിമാർ. ഉമർ ഖത്താബും ഉസ്മാൻ അഫ്ഫാനും അലി ബിൻ അടക്കമുള്ള 4 ഖലീഫമാരും മറ്റു സ്വഹാബിമാരും എല്ലാം ഒരുപാട് നല്ല പ്രശംസകൾക്ക് പ്രവാചകന്റെ നാവിനാൽ വിധേയരായവർ തന്നെയാണ്. മലക്കുകൾ പോലും ലജ്ജിക്കുന്നുവെന്നാണ് ഉസ്മാൻ അഫ്ഫാനെ കുറിച്ച് നിബിധങ്ങൾ പരിചയപ്പെടുത്തിയത്. മൂസാ നബിക്ക് ഹാറൂൻ നബിയുടെ സ്ഥാനം എന്താണോ അതുപോലെയാണ് എനിക്ക് അലി ഇബ്നു അബീ ത്വാലിബ് എന്നാണ് നിബിധങ്ങൾ എടുത്തു പറഞ്ഞത്. ഉമർ ഖത്താബിന് വഴി പ്രവേശിച്ചാൽ പിശാച് മറ്റൊരു വഴിക്ക് വഴി മാറി പോകുമെന്നാണ് നിബിധങ്ങൾ പരാമർശിച്ചത്. അബൂബക്കർ സിദ്ദീഖിന്റെ മഹത്വങ്ങളാണെങ്കിൽ പറഞ്ഞാൽ തീരാത്തത്ര പ്രവാചകർ ധാരാളമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖാലിദ് ബിൻ വലീദും അബൂ ഹുറൈറയും മുസ്അബ് ബിൻ ഉമൈറും അബൂ ഉബൈദയും അടക്കമുള്ള ഒട്ടനവധി സ്വഹാബിമാർ അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയവർ തന്നെയാണ്. ലോകം കണ്ട വലിയ ഹദീസ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയ വലിയ മഹാന്മാരായ ആളുകൾ അവരൊക്കെ മരണത്തിന് കീഴ്പ്പെട്ടു. ആയുസ് അവസാനിക്കുമ്പോൾ അവരൊക്കെ റബ്ബിലേക്ക് തിരിച്ചു പോവുക തന്നെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് മുമ്പ് സഹോദരങ്ങളെ അങ്ങനെ മടക്കാമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചുവോ നമ്മൾ മരിക്കുന്ന രംഗം, നമ്മൾ മരിക്കുന്ന സമയം നമ്മുടെ പേര് വെച്ചുകൊണ്ട് സന്ദേശങ്ങൾ പോകുന്നു, പത്രങ്ങളിൽ വാർത്തകൾ വരുന്നു, ഫോട്ടോ സഹിതം വരുന്നു, വാട്സപ്പുകളിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നു ഇന്നാള് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നു എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുക, എപ്പോഴാണ് മയ്യത്ത് നിസ്കാരം, ഇതെല്ലാവരും അന്വേഷിക്കുന്നു. കുടുംബങ്ങളൊക്കെ വരുന്നു, നാമുമായി പരിചയമുള്ള ബന്ധമുള്ള ധാരാളം ആളുകൾ
ഒരുപക്ഷെ വന്നേക്കാം, ഒരുപക്ഷെ ആരും വരാതെ ആരും അറിയാതെ എവിടെങ്കിലും നിശ്ചയിച്ച ഏതെങ്കിലും പ്രദേശത്ത് വെച്ച് ഒരുപക്ഷെ മരണം നമ്മെ പിടികൂടിയേക്കാം. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയുണ്ടാക്കപ്പെട്ട വലിയ വലിയ കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. അത് എവിടെയാണെങ്കിലും ശരി അല്ലാഹു തആല നമുക്ക് മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മരണത്തിന് വിധേയമാകും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നിങ്ങളെ മണ്ണിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത്. ആ മണ്ണിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കുകയും ചെയ്യും. പിന്നീട് ഒരിക്കൽ ആ മണ്ണിൽ നിന്ന് വീണ്ടും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്ന് അല്ലാഹു തആല സൂറത്ത് ത്വാഹയിൽ നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്തുകളാണ് അല്ലാഹു തആല പറഞ്ഞത്, യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. നിങ്ങൾ അറിയണേ, തീർച്ചയായും ഈ ഐഹിക ജീവിതം എന്നത് കളിയും വിനോദങ്ങളും അലങ്കാരങ്ങളും പരസ്പരം ദുരഭിമാനം അടിക്കലും പെരുമ കാണിക്കലും ഒക്കെ തന്നെയാണ് ഈ ഐഹികമായ ജീവിതം എന്നത്. കുറെ കളിയായി പോകും, വിനോദങ്ങളായി പോകും, ഫഖ്റ് കാണിക്കുക, അഭിമാനം കൊള്ളുക. എനിക്കത്ര സമ്പാദ്യമുണ്ട്, ആ കെട്ടിടം എന്റേതാണ്, എന്റെ മകൻ അങ്ങനെയാണ്, എന്റെ കുടുംബവിലാണ്, ഞാൻ ഇന്ന് തറവാട്ടുകാരനാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ആരുമില്ല, ഞങ്ങൾക്ക് പഴയകാലം മുതൽ അങ്ങനെയായിരുന്നു തുടങ്ങി നമ്മുടെ ഒരുപാട് ഫഖ്റുകൾ പറയുക. അതേപോലെ പെരുപ്പം കാണിക്കുക, ധാരാളം ഉണ്ടെന്ന് കാണിക്കുക. സന്താനങ്ങളും സമ്പത്തിലുമൊക്കെയുള്ള പെരുപ്പം പറയുക, വലിപ്പത്തരം പറയുക, നമ്മുടെ കിബർ പറയുക. ഇതൊക്കെയാണ് ഐഹിക ജീവിതം എന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, യഥാർത്ഥ ജീവിതം എന്നത് ഒരു മഴ പോലെയാണ്. ഒരു മഴ പോലെയാണ്. കർഷകരെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് ആ മഴക്കല കൃഷികളുണ്ടാകെ മുളച്ചു വരികയാണ്, തഴച്ചു വളർന്ന് വലിയ ധാരാളമായ കൃഷി ഉണ്ടാകുന്നു. കൃഷിക്കാരൻ പോലും അത്ഭുതപ്പെട്ടു പോകുന്നു. പിന്നീട് ആ കൃഷി മഞ്ഞ നിറമായി അതൊന്നാകെ വാടിക്കരിഞ്ഞ് ഉണങ്ങി ചണ്ടികളായി മാറുന്നു. ഇതുപോലെയാണ് ജീവിതം എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. ഏറ്റവും വലിയ എടുത്തു പറഞ്ഞ ഉദാഹരണമാണ് മരണത്തെ കൃഷിയോട്. മഴ പെയ്താൽ ചെടികൾ മുളക്കുന്നു, നല്ല പച്ച പിടിച്ച് ഉഷാറായി നിൽക്കുന്നു. പെട്ടെന്ന് കാണാം ഒരു വാട്ടം, അത് ഉണങ്ങി, അത് കരിഞ്ഞു. ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വീട് ഉണങ്ങി കരിഞ്ഞു പോയതായി മാറുന്നു. ഇതാണ് ജീവിതം. അത് പ്രായം പ്രശ്നമല്ല. ആളുകളെ ധാരണ രോഗം വന്നെങ്കിലേ മരണം പരീക്ഷിക്കണുള്ളൂ എന്നാണ്. രോഗികളെ പോയി കാണുമ്പോൾ നമ്മൾ പറയും ഇല്ല, നേരം വിളിക്കാൻ സാധ്യതയില്ല. അവസാനമായി അവസാന ശ്വാസമാണ് കാത്തുകിടക്കുന്നതിലുണ്ട്. നാം വലിക്കുന്ന ഉള്ളിലേക്ക് വലിക്കുന്ന ഓരോ ശ്വാസവും അവസാനത്തെ ശ്വാസമല്ല എന്ന് എന്താ സഹോദരന്മാരെ നമുക്ക് ഉറപ്പുള്ളത്? എന്റെ ഖുതുബ ഈ പള്ളിയിൽ അവസാന ഖുതുബയാവില്ല എന്ന് എനിക്കെന്താ ഉറപ്പുള്ളത്? നമ്മുടെ ഈ ജുമുഅ ജീവിതത്തിൽ അവസാനത്തെ ജുമുഅ ആവില്ല എന്ന് നമുക്കെന്താണ് ഉറപ്പുള്ളത്? എന്നാണല്ലോ നീ നിസ്കരിക്കേണ്ടത് യാത്ര ചോദിക്കുന്ന നിസ്കരിക്കും പോലെയാണ് എന്നാണ്. അവസാനത്തെ നിസ്കാരമാണ് എന്ന ബോധമാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോ ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്, ഇനി ഞാൻ നിസ്കരിക്കാൻ ഉണ്ടാവില്ല എന്ന ബോധമുണ്ടാവണേ എന്നാണ് ഭർത്താവ് പറയുമായിരുന്നു. നിങ്ങളെ വിചാരണയ്ക്ക് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണയ്ക്ക് തയ്യാറാവുക എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കും മുമ്പ് നിങ്ങൾ നിസ്കരിക്കുക എന്നാണ്. കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവന്ന്
ഏതെങ്കിലും പള്ളി വെച്ച് ഏതെങ്കിലും മൈതാനത്ത് വെച്ച് ആളുകൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് പേര് പറഞ്ഞില്ല ഇന്നാളുടെ മയ്യത്താണ് വല്ലതുമുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ നിൽക്കുന്ന രംഗമുണ്ട് സഹോദരങ്ങൾ. നമ്മെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നിസ്കരിക്കുന്ന സമയമുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ നിസ്കരിക്കണേ എന്നാണ്. നിങ്ങൾ നിസ്കരിക്കണേ, നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കും മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യണേ, നിങ്ങളെ വിചാരണ ചെയ്യുന്നുണ്ട് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വചനമാണ്. സഹോദരങ്ങളെ, മരണം സത്യമാണ്. അൽ മൗതു ഹഖ്ഖുൻ, മരണം സത്യമാണ്. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി നമ്മിലേക്ക് വരുന്ന യാഥാർത്ഥ്യമാണ് മരണം. ഒരുപക്ഷെ ഇന്നായേക്കാം, നാളെ ആയേക്കാം, ഒരുപക്ഷെ ഏതാനും കാലം കൂടി ജീവിക്കാൻ പറ്റിയേക്കാം. വലിയ വലിയ ആളുകൾ ലോകമൊന്നാകെ അടക്കി ഭരിച്ചവരുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയവരുണ്ട്. ലോകമൊന്നാകെ നീതിയും സമാധാനവും വിതറിയ മനുഷ്യന്മാരുണ്ട്. വലിയ വലിയ ധിക്കാരികളായി ജീവിച്ചു പോയ ഫിർഔനും ഖാറൂനും ഹാമാനും അബൂജഹലും അബൂലഹബും അടക്കമുള്ള ആളുകളുണ്ട്. ഇവിടെ അവരൊക്കെ എല്ലാം കഴിഞ്ഞുപോയി. ഓരോ രാജ്യത്തും നന്മകൾ വിതറിയവരും രാജ്യം നശിപ്പിച്ചവരും ഒന്നാകെ തകർത്തവരും എല്ലാവരുടെയും പ്രശംസക്ക് പാത്രീഭൂതരായവരും എല്ലാവരുടെയും ആക്ഷേപങ്ങൾക്കും അവരുടെ ശാപവാക്കുകൾക്കും വിധേയമായ മനുഷ്യന്മാരുമുണ്ട്. അവരെല്ലാം ഈ ലോകത്തിന് യാത്രയായി പോയിട്ടുണ്ട്. ആരും ബാക്കിയായിട്ടില്ല, എല്ലാവരും യാത്ര പോയിട്ടുണ്ട്. ഇവരങ്ങൾ പറഞ്ഞു, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള സ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്നാണ്. എപ്പോഴും ഓർക്കണേ മരണം ഉണ്ട് എന്നുള്ളത്. ഞാൻ മരിക്കുമെന്ന് ഞാൻ ഓർക്കണം. ഓരോ സമയത്തും രാവിലെ കുപ്പായം ധരിച്ചത് നമ്മളാണെങ്കിൽ ഈ കുപ്പായം അഴിക്കുന്നത് ഒരുപക്ഷെ നമ്മളാകണമെന്നില്ല. നമ്മളാണെന്ന് കുളിച്ചത് ഒരുപക്ഷെ അടുത്ത കുളി നമ്മൾ സ്വയം കുളിക്കണമെന്നില്ല. നമ്മൾ ഒറ്റക്കാണ് വസ്ത്രം ധരിച്ചത്, ആ വസ്ത്രം അഴിക്കുന്നത് നമ്മളാകണമെന്നില്ല. ഓരോന്നും അങ്ങനെയാണ്. ഇന്ന് രാവിലെ നമ്മൾ പല്ല് തേച്ചു, ഒരുപക്ഷെ അത് അവസാനത്തെ പല്ല് തേക്കലാകാം. ഇതൊരു പല്ല് തേക്കുള്ളത് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുടെ വക തേച്ചു തരുന്ന ഒരു തേക്കലായിരിക്കും ഒരുപക്ഷെ നമുക്കുണ്ടാവുക. ഇത് ചെയ്യുമ്പോഴും ഇതിന്റെ അവസാനത്തിലായിരിക്കാമെന്ന ബോധമാണ് വേണ്ടത്. എല്ലാ സുഖങ്ങളെയും തകർക്കുന്ന ആ മരണത്തെക്കുറിച്ചുള്ള സ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്നാണ്. കാരണം ജീവിത പ്രയാസങ്ങളിൽ, വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ മരണത്തെക്കുറിച്ച് ഓർത്താൽ ഒരു ആശ്വാസം കിട്ടാതിരിക്കില്ല. അതേപോലെ സൗകര്യങ്ങൾ ജീവിക്കുമ്പോൾ അവൻ മരണത്തെ ഓർത്താൽ അല്പം ഒരു കുടിസ് അനുഭവപ്പെടാതിരിക്കുകയുമില്ല എന്നാണ്. വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പരീക്ഷണമാണ്, എന്നും രോഗമാണ്, വല്ലാത്ത കട്ടപ്പാടാണ്, പട്ടിണിയാണ്, പ്രയാസങ്ങളാണ്. മക്കൾ നോക്കുന്നില്ല, കുടുംബജീവിതം സന്തോഷകരമല്ല, വീട് റാഹത്തില്ലാത്തതാണ്, കച്ചവടം എന്നും പൊളിയുകയാണ്, എന്നും പ്രയാസങ്ങളാണ്. ഓർക്കുക, ഇതൊക്കെ ദുനിയാവിൽ മാത്രമാണ്. ഇത് കഴിഞ്ഞു പോകാനുണ്ട്, ഒരു യാത്രയുണ്ട്, അതുവരെയുള്ള ഇടത്താവളം മാത്രമാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ ഈ പ്രയാസങ്ങളുടെ എല്ലാം ഒരു കനം കുറയാൻ കാരണമായി മാറും. ഒരു ഭാരം ഇല്ലാതായിക്കൊള്ളും. ഈ തിരിച്ചാണെങ്കിലും എന്നും എല്ലാം സൗകര്യമാണ്, എല്ലാം കൊണ്ടും സുഖമാണ്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാലും ശരി മരണത്തെക്കുറിച്ച് ഓർക്കുക, ഒരു യാത്രയുണ്ട്. ഈ സുഖങ്ങൾ എന്നും ഉണ്ടാവില്ല, ഈ സൗകര്യം എന്നും ഉണ്ടാവില്ല. റോഡുകൾ ആസ്തിയുള്ള, ധാരാളം ഭൂഷത്തുള്ള, വലിയ വീടുള്ള മക്കളെല്ലാം വലിയ നിലവാരത്തിലിരിക്കുന്ന ഒരാൾ കഴിഞ്ഞ ആഴ്ച കാണാൻ പോയി രോഗമാണെന്ന് അറിഞ്ഞപ്പോ കിഡ്നി രണ്ടും ഫെയിലിയറായി, ഇനി ഒന്നും ചെയ്യാനില്ല, അവസാനഘട്ടമാണ് എന്ന് ഡോക്ടർമാര് പറഞ്ഞു. അദ്ദേഹം ഇതിന് കരയുകയാണ്. എല്ലാം കഴിഞ്ഞുവെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരുപാട് നിങ്ങൾ അനുഭവിച്ചുവല്ലോ, ഒരുപാട് സമ്പത്തുണ്ടായല്ലോ, ഒരുപാട് സൗകര്യമുണ്ടായല്ലോ, ഇതുവരെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് അല്ലാഹു തആല ഒരുങ്ങാൻ തന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. അല്പ സമയം കിട്ടി ഒന്ന് ഒരുങ്ങാൻ. പഴയ കാലത്തെ പറ്റി നിങ്ങൾ ആലോചിക്കുക. കഴിഞ്ഞു വന്ന കാലം എന്തൊക്കെയാണ്? പ്രായപൂർത്തിയായത് മുതൽ ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? എവിടെയെല്ലാമാണ് പോയത്? ആരുമായെല്ലാമാണ് ഇടപെട്ടത്? എവിടുന്നെല്ലാമാണ് പണമുണ്ടായത്? എന്തെല്ലാമാണ് ചെയ്തു വെച്ചത്? ഇതൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അത് ഒരുങ്ങാൻ സമയം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. പെട്ടെന്നായിരുന്നു മരണമെങ്കിൽ ആ ഒരുക്കത്തിന് പോലും ഒരുപക്ഷെ അവസരം ഉണ്ടാകണമെന്നില്ല. അതേസമയം ഒരു അസുഖം വന്നു, ഇത് രക്ഷപ്പെടില്ല എന്ന് ബോധ്യമായല്ലോ എങ്കിൽ ആയുസ് നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് സ്വയം ഒരു പരിശോധനയ്ക്ക് വേണ്ടി സജ്ജമാകണേ എന്ന് പറയുക
വരികയല്ലാതെ മറ്റെന്താ സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കാനുള്ളത്? അല്ലാഹു പറഞ്ഞ യാഥാർത്ഥ്യമാണ്, തീർച്ചയായും എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. പരീക്ഷണങ്ങൾ നൽകി നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. രോഗം പരീക്ഷണമാണ്, ആരോഗ്യം പരീക്ഷണമാണ്, ദരിദ്രം പരീക്ഷണമാണ്, സാമ്പത്തിക ശേഷിയും പരീക്ഷണമാണ്, സുഖം പരീക്ഷണമാണ്, ദുഃഖവും പരീക്ഷണമാണ്, എല്ലാം പരീക്ഷണമാണ്. ശേഷമല്ല പറഞ്ഞു, നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. തീർച്ചയായും മടക്കമുണ്ട്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. സത്യമാണ് സഹോദരങ്ങളെ. അതെ, മരണമെന്നത് സത്യമാണ്. ആ ബോധമാണ് സഹോദരങ്ങൾ നമുക്കുണ്ടാവേണ്ടത്. നാം നമ്മളെ പറ്റി ആലോചിക്കുക, നമ്മുടെ മടക്കം നാം ചിന്തിക്കുക. നമ്മെ കുളിപ്പിക്കുന്ന, നമ്മെ കഫൻ ചെയ്യുന്ന, നമ്മുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന, നമ്മുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് അനൗൺസ് ചെയ്യുന്ന, നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന, കല്ല് വെക്കുന്ന, മണ്ണിടുന്ന, എല്ലാവരും തേങ്ങുന്ന ആ രംഗത്തെ പറ്റി ഓർക്കുക. ഒരു കവിയുടെ പ്രയോഗം കാണാം, അന്തല്ലീ വളരത്തുക ഉമ്മുക ബാക്കിയ വന്നാസ ഹൗലക യൽഹഖൂന സുറൂറ ഫദ്ഹൽ നഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്ഊറ. നീ ജനിച്ചു വരുമ്പോൾ നിന്റെ കൂടെയുള്ളവരെല്ലാം ചിരിക്കുകയായിരുന്നു, നീ എന്ന് കരയുകയായിരുന്നു. ഈ ഭൂമിയിലേക്ക് പിറന്നു വന്നപ്പോൾ കരഞ്ഞുകൊണ്ടാണ് നീ വന്നത്. അന്ന് എല്ലാവരും നല്ല സന്തോഷമായിരുന്നു, എല്ലാവർക്കും വളരെ ചിരിയായിരുന്നു. സന്തോഷിച്ചു, അവള് പ്രസവിച്ചു, സുഖപ്രസവമാണ്, ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു എല്ലാവരും സന്തോഷം പങ്കിടുകയായിരുന്നു. അന്നാവട്ടെ നീ കരയുകയാണ്. ഇരു ദിവസം വരാനുണ്ട്, അന്ന് അവരെല്ലാം കരയും, അന്ന് എനിക്ക് ചിരിച്ചു കൊണ്ടുപോകാൻ പറ്റണമെന്നാണ്. നിന്റെ മരണസമയത്ത് അവരെല്ലാം കരയും, അന്ന് ചിരിച്ചവരൊക്കെ ഇപ്പൊ കരയും. ആ കരയുന്ന സമയത്ത് നീ പരിശ്രമിക്കണം, നീ ചിരിച്ചുകൊണ്ട് സന്തുഷ്ടനായിക്കൊണ്ട് പോകാനാണ് നീ പരിശ്രമിക്കേണ്ടതാണ്. ദുനിയാവിലേക്ക് വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നമ്മൾ വന്നു. അന്ന് എല്ലാവരും സന്തോഷിച്ചെല്ലാവരും പ്രതികരിച്ചു. നമ്മൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ കരയാൻ പലരും ഉണ്ടാകും, വിഷമിക്കാൻ പലരും ഉണ്ടാകും. അത് നമ്മളും വിഷമിക്കാൻ പാടില്ല, നമ്മളും കരയാൻ പാടില്ല. ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് മടങ്ങാൻ കഴിയണം. യാ അയ്യുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന സന്തോഷവാർത്ത കേട്ട് ലഭിക്കുന്ന മനുഷ്യന്മാരുണ്ട്. യാ അയ്യുഹൽ നഫ്സുൽ മുത്മഇന്ന സമാധാനമടഞ്ഞ ആത്മാവേ, നീ മടങ്ങി വരൂ, ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക് മടങ്ങൂ. റാദിയതൻ മർദിയ, നിനക്കല്ലാഹ് തൃപ്തിയാണ്, അല്ലാഹു നിന്നെയും തൃപ്തിയാണ്. ആ ഒരു അവസ്ഥയിൽ നീ മടങ്ങി വരുമെന്നാണ്, അതാണ് യോഗ്യത. റാദിയതൻ മർദിയ, അല്ലാഹു തൃപ്തിയാവുക, അല്ലാഹു നമ്മളെയും തൃപ്തിയാവുക. സ്വഹാബത്തിന്റെ മഹത്വമെന്താ? റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. നമുക്ക് പറയാൻ കഴിയുമോ എനിക്ക് അല്ലാഹുവിനെ തൃപ്തിയാണ് എന്ന് പറയാൻ കഴിയുമോ? എങ്കിലല്ലേ അല്ലാഹുവിന്റെ തൃപ്തി ഇങ്ങോട്ടുണ്ടാവുകയുള്ളൂ. പടച്ചവനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു തആലയെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, മനസ്സിൽ അല്ലാഹുവിന്റെ സ്ഥാനമെന്താ? നോമ്പ് നമ്മൾ നോക്കുന്നുണ്ട്, നിസ്കാരം നിർവഹിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നുണ്ട്, ദുആയും സ്വലാത്തും എല്ലാം ഉണ്ട്. പക്ഷേ പടച്ച റബ്ബിന് എന്റെ മനസ്സിൽ എന്ത് സ്ഥാനമാണുള്ളത്? അല്ലാഹുവിനെ കുറിച്ച് എന്ത് മഹത്വമാണ് ഞാൻ കൽപ്പിക്കുന്നത്? എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതല്ല, റബ്ബ് നൽകുന്ന പരീക്ഷണങ്ങളെ മറികടക്കാൻ വേണ്ടി റബ്ബല്ലാത്തവരേക്കാണ് പോകുന്നത്. അല്ലാഹുല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ജാറങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നവർ, റമളാനിൽ പോലും അത്തരം കേന്ദ്രങ്ങൾ ചെന്നിരുന്ന് അവിടുന്ന് ഗുണം ആശിക്കുന്ന ഹതഭാഗ്യവാന്മാരാണ് നാടുകളിൽ ഉള്ളത്. വിശുദ്ധ റമളാന്റെ പകലിൽ പോലും ശിർക്കിന്റെ വഴിയെ പോകുന്നവർ, ഹറാമിന്റെ പിന്നാലെ പോകുന്നവർ, തോന്നിവാസികളായി ജീവിക്കുന്നവർ, റമളാനായാലും അല്ലെങ്കിലും ജീവിതത്തിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റവുമില്ലാതെ അതേ വഴിയത്ര ജീവിച്ചു പോകുന്ന ആളുകൾ, റഹ്മാനായ റബ്ബിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവർ, റബ്ബിന്റെ സ്ഥാനത്ത് മറ്റു പലരെയും അവരോധിച്ചവർ. എങ്കിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ എന്ന ആ സന്തോഷവാർത്ത നമുക്കുണ്ടാവുക? പടച്ച റബ്ബിന്റെ കാര്യത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ടവരാകണം. എങ്കിൽ
അല്ലാഹു തആലയ്ക്ക് നമ്മുടെ കാര്യത്തിൽ തൃപ്തി ഉണ്ടാകുമെന്നാണ്. ആ ഒരു നിലക്കുള്ള പടച്ചറബിനെ തൃപ്തിപ്പെട്ടവരായി മാറാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ തീർച്ചയായും ഈ ജീവിതം നഷ്ടമായി മാറും. ഇന്ന് മരിച്ചാൽ ആ മരണം നഷ്ടമായിരിക്കും. എല്ലാവരും കൂടി കുളിപ്പിച്ച് ഒരുപക്ഷെ കഫൻ ചെയ്ത് നിസ്കരിച്ച് കൊണ്ടുപോയി മറമാടിയേക്കാം. പക്ഷേ അവന്റെ ആത്മാവിന് വേണ്ടി ആകാശലോകം തുറക്കപ്പെടുകയില്ല എന്നാണ് ഖുർആന്റെ പ്രയോഗം. ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ഈ റൂഹുമായി മലക്കൾ കയറി ചെല്ലുമ്പോൾ തുറക്കപ്പെടുകയില്ല ആകാശ കവാടങ്ങൾ. ദുഷിച്ചവന്റെ മരണമാണ് എങ്കിൽ ദുഷിച്ചാത്മാവുമായി മലക്കൾ കയറി പോകുമ്പോൾ ഹദീസിൽ കാണാം, ആ ആത്മാവ് ചെല്ലുമ്പോഴേക്ക് ആകാശലോകമൊന്നാകെ ദുർഗന്ധം കൊണ്ട് നിറയുമെന്നാണ്. ഒന്നാകെ വല്ലാത്തൊരു ദുർഗന്ധമാണ്. ചോദിക്കും, ഏതാണ് ഈ ദുഷിച്ചാത്മാവ്? ആരുടെ മയ്യിത്താണത്? ആരുടെയാണെന്ന് റൂഹ് പിടിച്ചത്? വല്ലാത്ത ദുർഗന്ധമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവന് ദുനിയാവിൽ ഇഷ്ടമില്ലാതിരുന്ന പേരെന്താണോ ആ പേര് പറഞ്ഞുകൊണ്ട് അവനെ പരിചയപ്പെടുത്തും. ഇന്നാളുടെ ആത്മാവാണ്, അവന് വേണ്ടി ആകാശകവാടങ്ങൾ തുറക്കപ്പെടുക ഇല്ല എന്നാണ്. ഇല്ല, ഈ ആത്മാവ് കൊണ്ടുവരേണ്ടതില്ല, അതിന് സ്ഥാനമില്ല, ഇവിടെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ആകാശകവാടം തുറക്കപ്പെടുകയില്ല. അവര് സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഖുർആന്റെ പ്രയോഗമാണ്. ഒട്ടകം സൂചിയുടെ ഓട്ടയിലൂടെ കടക്കുന്നത് വരെ അവന് തുറക്കപ്പെടുകയില്ല ആകാശകവാടമെന്നാണ്. സൂചി ദൂരത്തിലൂടെ ഒട്ടകം കടക്കില്ലല്ലോ എങ്കിൽ ഒരു കാലത്തും അവൻ സ്വർഗമില്ല, അവന് സ്വീകാര്യമില്ല. അവന്റെ ആത്മാവ് നേരെ എടുത്തെറിയപ്പെടുന്നു, സിജ്ജീനിലേക്ക് രേഖപ്പെടുത്തപ്പെടുന്നുവെന്നാണ്. എന്നുള്ള പരിചയപ്പെടുത്തിയല്ലോ. ദുഷിച്ച ആളുകൾ ആത്മാവുകൾ സിജ്ജീനാൻ രേഖപ്പെടുത്തുക, ഉന്നതിയിലേക്ക് അവർക്ക് സ്വീകാര്യതയില്ല. അവിടെ അവര് സ്വീകരിക്കപ്പെടുകയില്ല. ആകാശകവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഞാനെന്ന് മരിച്ചാൽ എന്തായിരിക്കും എന്റെ ഗതി എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ഈ നിലയ്ക്ക് എന്ന സന്തോഷ വാർത്ത കേട്ട് വരൂ റബ്ബിലേക്ക്, എന്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന സന്തോഷ വാർത്ത കേട്ട് മരിക്കാനാകുമോ? അതല്ല, എന്റെ ആത്മാവ് ആകാശലോകത്ത് കവാടം തുറക്കപ്പെടാതെ വലിച്ചെറിയപ്പെട്ട് സിജ്ജീനിൽ കൊണ്ടുപോയി രേഖപ്പെടുത്തി അവർ ഞങ്ങൾ തറ്റമില്ലാത്ത കാലം പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസമായി അവസാനം നരകം വിധിക്കപ്പെട്ട ഭാഗ്യം കെട്ടവനായി മാറുമോ എന്ന ഒരു ആത്മപരിശോധന സഹോദരങ്ങൾ നമുക്കുണ്ടാവണം. ആരോഗ്യവും ആയുസ്സും ശേഷിയുമൊക്കെ റബ്ബ് നൽകിയത് പരീക്ഷണമായി തന്നെയാണ്. റൂമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി, അല്ലാഹുല്ലദീ ഖലഖകും മിൻ വഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി വഅഫിൻ ഖുവ്വ. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ദുർബലാവസ്ഥയിലാണ്. ആ ദുർബലാവസ്ഥയിൽ പിന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല ശക്തി നൽകി. ആ ശക്തിക്ക് ശേഷം പിന്നെയും അല്ലാഹു തആല ദുർബലാവസ്ഥയും അതേപോലെ മഴയും പ്രായാധിക്യം അല്ലാഹു തആല നൽകി. യഖ്ലുഖു മാ യശാ, ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നുവെന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് ഈ ആയത്തിനെ പഠിപ്പിക്കുന്നത്. ഹാലം ബഅദ ഹാൽ, ഒരു അവസ്ഥയ്ക്ക് ശേഷം മറ്റൊരവസ്ഥ. ഫഅസ്ബഹ മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫ, തുടക്കം മണ്ണിൽ നിന്നാണ്, പിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ്, പിന്നീട് അത് വ്യത്യസ്തമായ ഘട്ടങ്ങൾ താണ്ടി മാതാവിന്റെ ഗർഭാശയത്തിലെത്തി അവിടുന്ന് ആ രൂപം പൂണ്ട് മാംസമായി, എല്ലായി, അവയവങ്ങളുണ്ടായി, മനുഷ്യനായി, അങ്ങനെ അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വരുമ്പോൾ അവൻ ദുർബലനാണ്, അവൻ അങ്ങേയറ്റം ഒന്നുമില്ലാതെ മെലിഞ്ഞവരാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ്, ഒന്നും പിടിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത, കരയാൻ മാത്രം സാധിക്കുന്ന അവസ്ഥയാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അവർ ഈ ദുനിയാവിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് അവൻ മെല്ലെ മെല്ലെ അവർ അവൻ ശക്തിപ്പെട്ടു വരികയാണ്. കുറേശ്ശെ വളർന്നു, ചെറിയ കുട്ടിയായി കുറച്ചുകൂടെ വളർന്നു, പിന്നീട് പ്രായപൂർത്തി നിർത്തി, പിന്നെ ചെറുപ്പക്കാരനായി യുവാവായി. അതല്ല പറഞ്ഞ ദുർബലാവസ്ഥയ്ക്ക് ശേഷം പിന്നെ കുവ്വത്ത് കൊടുത്തു, ശക്തി കൊടുത്തു എന്ന് പറഞ്ഞത് നമ്മൾക്ക് അനുഭവിക്കുന്ന ഈ ശക്തിയാണ്. ഇന്ന് നമുക്ക് എവിടെയും പോകാം, എന്തും ചെയ്യാം, എങ്ങനെയുമാകാം, എല്ലാത്തിനുമുള്ള ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചോരത്തിളപ്പുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും അവന്
അവൻ നടക്കുന്നു, മെല്ലെ 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 തിരിച്ചവനിറങ്ങുന്നു. അവന്റെ ശേഷി, അവന്റെ ശക്തി ക്ഷയിച്ചു വരുന്നു. അങ്ങനെ പ്രായമായി അവൻ ദുർബലനായി നടക്കുന്നയാളെ കൂടെ വേണം. വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല, കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങി, ഒന്നും എവിടെയും പോകാൻ ധൈര്യമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ മക്കൾ സമ്മതിക്കുന്നില്ല. അത്തരമൊരവസ്ഥ, ആ ദുർബലാവസ്ഥ, ശക്തിക്കു ശേഷം പിന്നെ ദുർബലാവസ്ഥ അല്ലാഹു തആല നൽകും. ഒരു നരയും അല്ലാഹു തആല നൽകും. അങ്ങനെ തലയൊക്കെ നരച്ചു, താടിയെല്ലാം നരച്ചു, എല്ലൊക്കെ ദുർബലമായി, എല്ലാം ചുറ്റിച്ചുളിഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിയാത്തവനായി അവൻ മാറുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാം കണക്കാക്കുന്നവൻ. സഹോദരങ്ങളെ, നമ്മുടെയൊന്നും കണക്കനുസരിച്ചല്ല, നമ്മുടെയൊന്നും കഴിവനുസരിച്ചല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ബോധമാണ് ഈ റമദാനിൽ പ്രധാനമായി നമ്മൾ നേടിയെടുക്കേണ്ടത്. ഞാൻ മരിക്കുമെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക. റഹ്മാനായ റബ്ബിന്റെ നിയമത്തിലാണ് എല്ലാം എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു എല്ലാത്തിനും എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടാവുക. എവിടെ പോയി തേടിയാലും ഒരാളും തോട്ടം കേൾക്കുകയില്ല. എത്ര വലിയവരാണെങ്കിലും അവരാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ലോകമൊന്നാകെ നിയന്ത്രിക്കുന്നവരാണ് എന്ന് പോലും ചില മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിക്കുന്നുവെന്നല്ലാതെ അതൊന്നും ഇല്ല എന്ന് പറയുന്നവർക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. അത്തരം ചതികളിൽ പോയി പെടാതിരിക്കുക. റഹ്മാനായ റബ്ബിലേക്ക് ഒരു മടക്കമുണ്ട് എന്നത് നാം തിരിച്ചറിയുക. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം ജീവിതത്തിൽ എപ്പോഴും നാം ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ അല്ലാഹു പറഞ്ഞു, വിശ്വാസം ശരിയായവർക്ക് അല്ലാഹു തആല സ്ഥൈര്യം നൽകും. സാബിത്തായ വചനം കൊണ്ട്, സ്ഥിരപ്പെട്ട വചനം കൊണ്ട്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഖൗലു സാബിത്ത്. ലാ ഇലാഹ ഇല്ലയുണ്ടെങ്കിൽ, തൗഹീദ് ശരിയാണെങ്കിൽ, ശിർക്കില്ല എങ്കിൽ, ആ തൗഹീദിന്റെ വചനം കൊണ്ട് അല്ലാഹു തആല അവർക്ക് സ്ഥൈര്യം നൽകും. ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അല്ലാഹു തആല സ്ഥൈര്യം നൽകുമെന്ന് അല്ലാഹു തആല പൂർണ്ണമായി ഓർമ്മപ്പെടുത്തുന്നു. വലില്ലാഹിൽ ളാലിമീന വയഫ്അലുല്ലാഹു മാ യശാ. അക്രമികളായ ആളുകൾക്ക് അല്ലാഹു തആല വഴികേടാണ് നൽകുക. ദുൽമ ചെയ്തുകൊണ്ടാണോ പോകുന്നത്? ഹറാമും തോന്നിവാസങ്ങളുമായിട്ടാണോ പോകുന്നത്? അല്ലാഹുവിനെ മറന്നുകൊണ്ടാണോ പോകുന്നത്? എങ്കിൽ അവർക്ക് അല്ലാഹു തആല ദലാലത്ത് മാത്രമേ നൽകുകയുള്ളൂ, നിശ്ചയിക്കുള്ളൂ എന്നത് നാം തിരിച്ചറിയുക. ആ നിലയ്ക്ക് നന്മയുടെ വക്താക്കളാവാൻ, ഈമാൻ ശരിയാക്കാൻ, തൗഹീദ് ശരിയാക്കാൻ, നന്മകളിൽ മുന്നേറാൻ എല്ലാം സഹോദരങ്ങളെ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖവയോടെ ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും എല്ലാം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരനെ സൂചിപ്പിച്ചതുപോലെ ജീവിതം നൈമിഷികമാണ്. ഏത് സമയത്ത് ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത ഒന്നാണ് ഐഹിക ജീവിതം. എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. താൻ നാളെ എന്ത് ചെയ്യുമെന്നും ഒരാൾക്കും അറിയുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ് മരണം. സത്യമാണ് എന്ന് പറഞ്ഞാൽ പോരാ, സത്യമാണെന്ന ബോധം ജീവിതത്തിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. അതിന് പറ്റാവുന്ന, അത് ഓർമ്മയുണ്ടാകാവുന്ന വഴികളൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. രോഗിയെ പോയി കാണുക, ജനാസയെ അനുഗമിക്കുക, ഖബർ സന്ദർശിക്കുക, ഇതൊക്കെ നിശ്ചയിച്ചതിൽ അത്തരം ചില തത്വങ്ങളുണ്ട്. മരണമെന്ന ഓർമ്മയുണ്ടാക്കാൻ നിമിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനാണ് ഖബർ സിയാറത്ത്? ഫഇന്നഹാ തുദക്കിറുകുൽ ആഖിറ, പരലോകമെന്ന ഓർമ്മയുണ്ടാക്കുമെന്നാണ്. അതിനാണ് ഖബർ സിയാറത്ത്. അത്തരം ഖബർ സിയാറത്ത് ഇന്ന് സമൂഹത്തിൽ ഇല്ലാതായി പോവുകയും ചെയ്തു. ഖബർ ചെന്ന് കാണുമ്പോൾ ഒരു ഓർമ്മ എനിക്കും വേണമല്ലോ മരിക്കുക. ഇതുപോലെ ഞാനും വന്ന് കിടക്കുക. പള്ളിപ്പറമ്പിലേക്ക് ചെല്ലുമ്പോ അവിടെ കിളച്ചു വെച്ച് ഒരുപാട് ഖബറുകളുണ്ട്. ഒരുപക്ഷെ അതിലൊരു ഖബർ എന്റേതായിരിക്കാം. ടെക്സൈസിലേക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ
അവിടെയൊക്കെയുണ്ട് കഫൻ തുണികൾ. ഒരുപക്ഷെ ആ കഫൻ തുണി എന്റേതായിരിക്കാം. ഓരോരുത്തർ നേരം വെളുക്കുന്ന വൈകുന്നേരമാകുന്നു. എന്നാണ് അവന്റെ കഫൻ തുണി പോലും നെയ്യപ്പെട്ടിട്ടുണ്ട്, അവൻ അറിയുന്നില്ല. وكم من شهيد مات من غير علة وكم من سقيم عاش حينا من الدهر. എത്ര ആരോഗ്യവാന്മാരാണ് ഒരു അസുഖവുമില്ലാതെ മരണപ്പെട്ടു പോയത്. എത്ര രോഗികളാണ് പിന്നെയും ദീർഘമായ കാലം ജീവിച്ചത്. കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചവർ, മരിച്ചു എന്ന് വിചാരിച്ചവർ, ഹോസ്പിറ്റലിൽ പോലും മടക്കിയവർ പിന്നെയും തിരിച്ചു വന്നു അവരാ പഴയ പോലെ ഉഷാറായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലാതിരുന്നവർ, രോഗിക്ക് കൂട്ടുകളെന്നവൻ ആ കൂട്ടുകളെന്നാണ് മരിച്ചു, രോഗി അപ്പോഴും ബാക്കിയാണ് എന്ന അവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് മരണസ്മരണ പ്രധാനം തന്നെയാണ്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. മരിക്കുമെന്ന ഓർമ്മ, ഞാൻ മരിച്ചാൽ എന്ത് എന്ന ഒരു ആത്മ പരിശോധന രോഗികളെ കാണണം, ജനാസയെ അനുഗമിക്കണം. പ്രത്യേകിച്ച് റമളാനിൽ നോമ്പുകാർക്ക് അതിന്റെ കൂടെ കിട്ടാവുന്ന ചില പ്രത്യേകമായ അമലുകൾപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ആരാണ് നോമ്പുകാരനായിട്ടുള്ളത്? റമളാനിൽ അല്ലാത്ത സമയത്താണ്. നമുക്ക് പറഞ്ഞത് എനിക്കുന്നു സുന്നത്ത് നോമ്പാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് രോഗിയെ സന്ദർശിച്ചത്? ഞാൻ എന്ന രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഇന്ന് നിങ്ങൾ ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ ഞാനിന്ന് ഒരു ജനാസയുടെ കൂടെ പോയിട്ടുണ്ട്. ഇന്ന് ആരാണ് സാധുവിന് ഭക്ഷണം നൽകിയത്? അപ്പോഴും നബിയെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു, ഈ 4 കാര്യം ഒരാളിൽ ഒരു ദിവസം സംഗമിച്ചാൽ സ്വർഗം നിർബന്ധമാണ് എന്നാണ്. നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടുന്ന അമലുകളാണ് അതിൽ മൂന്നും. നോമ്പ് നമുക്ക് ഉണ്ട്. അതിന് കൂടെ രോഗികളെ സന്ദർശിക്കുക. നോമ്പുകാരനായിരിക്കെ രോഗികളെ സന്ദർശിക്കുക. നോമ്പുകാരനായിരിക്കെ ഒരു സാധുവിനെങ്കിലും ഭക്ഷണം നൽകുക. വല്ല മയ്യത്തുമുണ്ട്, മരണമുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ഏത് വിജയം എത്തിപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. ഇത്തരം അമലുകൾ ജീവിതത്തിന്റെ ഭാഗമായി മാറുക. എപ്പോഴും മരണം ഓർക്കുക, ഖബറുകൾ സന്ദർശിക്കുക. നിങ്ങൾ രാത്രി സമയത്ത് പോലും എഴുന്നേറ്റ് ഖബർസ്ഥാനിൽ പോകാറുണ്ട് എന്ന് കാണാം. ആരുമറിയാതെ വീട്ടുകാരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാര്യമാര് പോലും അറിയാതെ നബി തങ്ങൾ എഴുന്നേറ്റ് സ്വകാര്യമായി വീട്ടിൽ ഇറങ്ങിപ്പോകുമെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. നബിതങ്ങൾ എന്റെ വീട്ടിൽ കിടന്നതാണ്, പക്ഷേ ഞാൻ പിന്നെ ഉണർന്നപ്പോൾ നബിതങ്ങളെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, നബി എവിടെ പോയി? നോക്കുമ്പോൾ എവിടെയുമില്ല. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ നബിതങ്ങൾ നടന്നു പോകുന്നുണ്ട്. എന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ സ്വകാര്യമായി ശബ്ദമുണ്ടാക്കാതെ നബിയുടെ പിന്നാലെ എങ്ങനെ പോയി. എങ്ങോട്ട് പോകുന്നത് അറിയാമല്ലോ. നബിതങ്ങൾ പോകുന്നത് ഖബർസ്ഥാനിലേക്കാണ്, ബഖീഇലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഖബർസ്ഥാനിൽ ചെന്ന് അവിടെ നിന്ന് മരണത്തെ ഓർക്കുകയാണ്, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സലാം ചൊല്ലുകയാണ്. മരിക്കുമെന്ന ഓർമ്മ ഉണ്ടാക്കിയാണ് ആ സമയത്ത്. രാത്രി സമയത്ത് ആരുമറിയാതെ സ്വകാര്യമായി എഴുന്നേറ്റ് പോയി ഖബർ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ ചെന്ന് പറയുമായിരുന്നുവെന്നാണ്, അല്ലയോ ഖബറാളികളെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? ശേഷം അദ്ദേഹം പറയും, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ പറയാം. നിങ്ങൾ പോയ ശേഷം ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ, നിങ്ങളെ ഭാര്യമാരെ മറ്റു പലരും വിവാഹം കഴിച്ചു പോയി, നിങ്ങളെ കച്ചവടങ്ങളൊക്കെ മറ്റു പലരും ഏറ്റെടുത്തു പോയി, നിങ്ങളെ വീടുകളിൽ മറ്റു പലരും താമസമാക്കി പോയി എന്ന് അദ്ദേഹം പറയുകയും ശേഷം അദ്ദേഹം സ്വന്തത്തോട് അലി, ഇതാണ് നിന്റെയും അവസ്ഥ, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെയും അവസ്ഥ ഇതാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോരുമെന്ന് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ബോധം തന്നെയാണ് എപ്പോഴും ഉണ്ടാവുന്നത്. ദുനിയാവിൽ പല ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകും, പലതും മാറി വരും. ഇവിടെ പല ഒച്ചപ്പാടും ബഹളങ്ങളും കച്ചവടങ്ങളും ഒച്ചപ്പാടും എല്ലാം അതതിന്റെ വഴിക്ക് നടന്നുകൊണ്ട് ദുനിയാവ് അങ്ങനെ തന്നെയാണ്. പലരും വൈകുന്നേരമാകും, പലരും ജനിക്കും, പലരും മരിക്കും, നാടവിടെ ഉണ്ടാകും. ഖിയാമത്ത് വരെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ശബ്ദകോലാഹലപ്പെട്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ പാടില്ല. ഐഹികമായ സുഖസൗകര്യങ്ങളെ പിന്നാലെ പോയി പരലോകം നഷ്ടപ്പെടാൻ പാടില്ല. അവസാനം ഒരു മാരകമായ രോഗം ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു പക്ഷേ കിഡ്നി ഫെയിലിയറായി, ഹാർട്ട് പ്രശ്നം വന്നു, ഒരു ക്യാൻസർ വന്നു, ഈ രക്ഷയില്ല എന്ന്
ബോധ്യമാകുന്ന ഒരു സമയം ഒരു പക്ഷെ വന്നേക്കാം. ചിലപ്പോൾ അതിലും സമയം കിട്ടാതെ പെട്ടെന്ന് എവിടെയെങ്കിലും ജീവിതം അവസാനിച്ചേക്കാം. എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന വേദന കൊണ്ട് പിന്നെ കാര്യമില്ല. ഞാൻ പരിശ്രമിച്ചില്ലല്ലോ, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് വിലാപമുണ്ടാകുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിഷയത്തിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് അവൻ വിലപിക്കുമെന്നുള്ള പറയുന്നു. പക്ഷേ ആ വിലാപം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പരമാവധി തീരുപ്രകാരം ജീവിക്കാൻ പരിശ്രമിക്കുക. തൗഹീദ് ഉൾക്കൊള്ളുക. ശിർക്കുമായി ബന്ധവുമില്ല എന്ന ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാവുക. തെറ്റാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിലേക്കും പോകാതിരിക്കുക. ഹറാമാണ് എന്നറിയാം, തെറ്റാണ് എന്നറിയാം, എങ്കിൽ ആ വഴി എനിക്ക് വേണ്ട. കൃഷിയുമായി ബന്ധപ്പെടാതിരിക്കുക. വ്യഭിചാരങ്ങൾ, അശ്ലീലകൾ, തോന്നിവാസങ്ങളുടെ പിന്നാലെ നമ്മൾ പോകാതിരിക്കുക. കൈക്കൂലി വാങ്ങാതിരിക്കുക. കൊള്ളലാഭങ്ങൾ വേണ്ടെന്ന് വെക്കുക. കച്ചവടത്തിൽ കൃത്രിമത്വങ്ങൾ ഒഴിവാക്കുക. ഹറാമായ സമ്പാദ്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പടച്ചവനെ ഓർത്തുകൊണ്ട് നമ്മുടെ പരലോകത്തിന് വേണ്ടി നാം തീരുമാനമെടുക്കുക. എന്റെ സമ്പാദ്യങ്ങളൊക്കെ ഹലാലായത് മാത്രമാണ് എന്ന ഉറപ്പുണ്ടായി മാറണം. കളവ് പറഞ്ഞും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും വഞ്ചന നടത്തിയും പൂഴ്ത്തിവെച്ചുമൊക്കെയാണ് ലാഭമുണ്ടാക്കിയതെങ്കിൽ അത് ലാഭമല്ല, അത് നഷ്ടം തന്നെയാണ്. ഇത് നമ്മൾ ഒരിക്കലും മദീനയിൽ തെരുവിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ ഭക്ഷണക്കൂമ്പാരണിഞ്ഞ് കൂട്ടിവെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുകയാണ്. ഇവരങ്ങൾക്ക് ചെറിയൊരു പന്തികേട് തോന്നി. ഇവരങ്ങൾ ചെന്ന് ആ ഭക്ഷണക്കൂമ്പാരത്തിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് നോക്കി. കൈയിട്ടപ്പോൾ ഉള്ളിലാകെ നനഞ്ഞിട്ടുണ്ട്. എന്ത് പറ്റി സഹോദര? ഉള്ളിലാകെ വെള്ളമാണല്ലോ. അദ്ദേഹം മഴ പെയ്താൽ മഴ പെയ്തപ്പോൾ നനഞ്ഞുപോയി. കാണാതിരിക്കാൻ വേണ്ടി നനയാത്ത ഭാഗം നേരേക്ക് ഇട്ടതാണ് ഞാൻ. അത് പറ്റില്ല. ഈ ഇതിന് സത്യസന്ധത വ്യക്തമാക്കി കൊടുക്കണം. ഈ അഴിപ്പിനെ വ്യക്തമാക്കണം. എന്നിട്ട് വാങ്ങുന്നവരെ വാങ്ങണം. البيئان بالخيار ما لم يتفرقا فإن صدقا وبينا بورك لهما في بيئهما. കച്ചവടം ചെയ്യുന്നവർ സത്യസന്ധത പാലിച്ചാൽ, അതിലെ അഴിബുകളെ തുറന്നു പറഞ്ഞു കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകുമെന്നാണ്. അതല്ല കളവ് പറഞ്ഞു മറച്ചു വെച്ചുമാണ് കച്ചവടമെങ്കിൽ അവരുടെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ആ കച്ചവടത്തിന്റെ ബറക്കത്ത് മാഞ്ഞു പോകുമെന്നാണ് നബി ഞങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുക, മക്കളെ മാന്യമായി വളർത്തുക, എല്ലാ രംഗത്തും പാലിക്കേണ്ട മര്യാദകളെ നാം കൃത്യമായി പാലിക്കുക. ഒരു തിന്മയിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഖുർആനുമായി ബന്ധം വർദ്ധിപ്പിക്കുക. തസ്ബീഹുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ധാരാളമായി പ്രാർത്ഥിക്കുക, ധാരാളമായി സ്വലാത്ത് ചൊല്ലുക, ധാരാളമായി ദിക്റുകൾ ചൊല്ലുക. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ അല്ലാതെ ഓരോ സമയത്തും പഠിപ്പിക്കപ്പെടുന്ന ദിക്റുകൾ നമുക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. മാന്യമായി ജീവിക്കുക, എല്ലാവരും മാന്യമായി പെരുമാറുക. എല്ലാവർക്കും ഒരു അത്താണിയായി എല്ലാ നന്മയുടെയും വഴിയിൽ നമ്മൾ ഉണ്ട് എന്ന ഉറപ്പോടുകൂടി ഏത് ഖൈറിലും ഞാനുണ്ട് എന്ന നന്മയുടെ മരങ്ങളായി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. ആയുസ് കുറച്ചേയുള്ളൂ, എപ്പോഴും അവസാനിച്ചേക്കാം. ഒരുപക്ഷെ ഇന്ന് മരിച്ചേക്കാം. ഇന്നത്തെ ഈ ജീവിതം, ഈ ദിവസം പൂർത്തിയാകണമെന്നില്ല. ഈ നോമ്പ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കണമെന്നില്ല. ഇന്നലെ മരിച്ചവരുണ്ട്, മിനിഞ്ഞാന്ന് മരിച്ചവരുണ്ട്, ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട്. മരണത്തിന് പ്രായമൊന്നുമില്ല. അകാല മരണമെന്ന് പറയുമല്ല, അകാല മരണമല്ല. എല്ലാ മരണവും നിശ്ചയിക്കപ്പെട്ട കാലത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിന് മുമ്പേ ഒരാളും മരിക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് ഒരാളും പോകുന്നുമില്ല. അതുകൊണ്ട് ഏത് സമയത്തും എന്റെ കൂടെ മരണമുണ്ട്. മലക്കുൽ മൗത്ത് എന്നെ എല്ലാ ദിവസവും സന്ദർശിക്കുന്നുണ്ട് എന്ന ആ ബോധ്യമുണ്ടാകണം. ആ നിലക്ക് സഹോദരങ്ങളെ പരലോകത്തിന് വേണ്ടി അമൽ ചെയ്യുക, അതാണ് രക്ഷ. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, സ്വർഗം നേടാൻ വേണ്ടിയാകട്ടെ മത്സരിക്കുന്നവർ മത്സരിക്കുന്ന എന്ന ആ വചനം നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അനേകായിരം മനുഷ്യന്മാർക്ക് ഓരോ ദിവസവും നരകമോചനം നൽകുമ്പോൾ ഈ സാധുക്കളെ നമ്മയും അല്ലാഹു തആല അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അടുത്ത വെള്ളിയാഴ്ചയായിട്ട് പോലും പള്ളിക്ക് ആഗ്രഹിച്ചു വരാൻ കഴിഞ്ഞില്ല. അത്തരം കുറെ മനുഷ്യന്മാരുണ്ട്. നോമ്പെടുക്കാൻ കഴിയാത്തവരും അല്ലാഹുവർക്കെല്ലാം പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്കുള്ള ശിഫ നൽകുമാറാവട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഭാരവത്താക്കന്മാരും അടക്കം പലരും മരണപ്പെട്ടു പോയവരാണ് ഇരിക്കുന്ന പലരും. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന
حسنة وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.